പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരികയാണ്. ഇന്ന് വാർത്തകളിൽ കത്തി നിൽക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് ആഗോള അയ്യപ്പ സംഗമം. ആ അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് വീണ്ടും PS മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു അയ്യപ്പ ഭക്തൻ, ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം വീണ്ടും ആ കേസുമായിട്ട് പോകുമ്പോൾ അതിന് യാതൊരു രീതിയിലുള്ള ഒരു ഗുണവും ലഭിക്കും എന്ന് ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നില്ല. കാരണം നിയമപരമായിട്ട് ഒരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് നടത്തുന്നത്. അത് കേരള ഗവൺമെന്റിന്റെ എല്ലാവിധ സപ്പോർട്ടോടും കൂടി ചെയ്യുന്ന അവസരത്തിൽ കേരള ഹൈക്കോടതിയിൽ പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നമുക്കറിയാം. അതിനെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകളും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും ഭക്തർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള ഒരു വിധിയാണ് അതിലുണ്ടായത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാകാം ഈ PS മഹേന്ദ്രൻ ഇന്ന് സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ കേസിൽ വീണ്ടും സുപ്രീം കോടതി അതിനു വേണ്ടി അനുകൂലമായ ഒരു നടപടി അല്ലെങ്കിൽ അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു നടപടി എടുക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ചെയ്യാതെ വരുന്ന ഈ അവസരത്തിൽ നമുക്ക് അതിനകത്ത് അറിയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം അങ്ങനെ ഒരു നടപടി നമ്മൾ എടുക്കാതെ വരുമ്പോൾ അത് ഗവൺമെന്റിനെ സംബന്ധിച്ചും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം വന്നു ചേരുന്നത്. എന്തായാലും 20-ാം തീയതി പമ്പയിലുള്ള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതിനുള്ള പന്തൽ കാര്യങ്ങളെല്ലാം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. 22-ാം തീയതി കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള പന്തളത്ത് നടക്കുന്ന ഭക്ത സംഗമവും ഇതേ രീതിയിൽ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സൗരവർഷവും ഒരു ചന്ദ്രവർഷവും കൂടുന്ന 324 ദിവസവും 365 ദിവസവും ഉള്ള 2 വർഷങ്ങളിൽ ഇടയ്ക്കുള്ള 41 ദിവസം കിട്ടുന്ന ആ 41 ദിവസമാണ് നമ്മളൊരു മണ്ഡല കാലമായിട്ട് അയ്യപ്പ ഭക്തന്മാര് മാലയിട്ടുകൊണ്ട് മുദ്ര ധരിച്ചുകൊണ്ട് ഭഗവാൻ അയ്യപ്പനെ കാണാനായിട്ട് ശബരിമലയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ശബരിമലയുടെ പ്രത്യേകതകളെല്ലാം നമുക്കറിയാം. അവിടെ 18 മലകൾ എന്ന് പറയുമ്പോൾ പുണ്യ കേന്ദ്രങ്ങളായിട്ടുള്ള 18 മലകളാണ് അതിനുവേണ്ടി നമുക്ക് അവിടെ ഉള്ളത്. ആ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം ശബരിമലയെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അതാണ് 18 പടികളോടുകൂടി അയ്യപ്പ ഭഗവാൻ തപസ്യായിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് അതിന്റെ ശബരിയുടെ പേരില് കാരണം പുരാണങ്ങളിൽ പോലും പറഞ്ഞിരിക്കുന്ന പരമപവിത്രമായിട്ടുള്ള ഒരു ശബരിയുടെ പേരിൽ അറിയപ്പെടുന്ന ശബരിമല എന്ന് പറയുമ്പോൾ അതിന്റെ പവിത്രത എത്രമാത്രം വലുതാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അവിടെയുള്ള ആചാരങ്ങളായാലും പ്രകൃതിയായാലും അതിനെയൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത അയ്യപ്പ ഭക്തർക്കാണുള്ളത്. അവിടെ സർവ്വമതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ സർവ്വമതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആഗോള തലത്തിലുള്ള ഒരു ഭക്തി കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് വെർച്വൽ ക്യൂകളൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് അവിടെ അയ്യപ്പ ഭക്തന്മാർ കടന്നു വരുന്നത്. പക്ഷെ ആ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന സമയത്ത് എത്ര മതപരമായ രീതിയിൽ അതിനെ സർവ്വമതം എന്ന് പറഞ്ഞാലും ആ വെർച്വൽ ക്യൂവിന്റെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റ് പരിശോധിക്കുന്നതിനെ അറിയാം, ഒരു വിഭാഗം മാത്രമാണ് ആ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്നത് എന്ന് നമുക്കറിയാം. അല്ലാതെ സർവ്വമതത്തിൽപ്പെട്ട ആളുകളൊന്നും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തതായിട്ട് എനിക്കതിനെ സംബന്ധിച്ച് അറിവില്ല. ദേവസ്വം ബോർഡ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് നമുക്ക് തരട്ടെ. എത്ര പേര് മറ്റു മതത്തിൽ നിന്ന് അവിടെ ബുക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ അത് ദേവസ്വം ബോർഡാണ് നമ്മളോട് പറയേണ്ടത്. എന്തായാലും നമ്മൾ കാണുന്ന അയ്യപ്പ ഭക്തന്മാര് അത് വലിയ ഈ 41 ദിവസത്തെ വ്രതം എടുത്തു പോകുന്ന ഭക്തന്മാരാണ്. അവരെ സംഘടിപ്പിച്ചുകൊണ്ടൊരു അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിനെ ആർക്കും എതിർക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിന് വിപരീതമായിട്ട് അയ്യപ്പ ഭക്തിയെ കാപട്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അതൊരു സംഗമമാണ് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അത് ഏത് വിഭാഗത്തിൽ നിന്ന് ചെയ്താലും അത് അനുചിതമായിട്ട് വരുന്ന ഒരു അവസരം ഉണ്ടാകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ പൊതുവെ പറയുന്ന നമ്മുടെ ഭക്തിയുടെ മാർഗം നമ്മൾ തേടി വരുമ്പോൾ അയ്യപ്പ ഭക്തർക്ക് കല്ലും മുള്ളും ചവിട്ടി ശബരിമലയ്ക്ക് പോകാൻ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വലിയ ആഡംബരമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവർ ആഗ്രഹിക്കുന്നില്ല. നഗ്നപാതരായി വരുന്ന അയ്യപ്പ ഭക്തന്മാര്
അത് നമ്മുടെ കല്ലും മുള്ളും താണ്ടിയാണ് അവർ ശബരിമലയിലേക്ക് പോകുന്നത്. അവർക്ക് വേണ്ടത് പ്രാഥമികമായ സൗകര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് യാത്രാ സൗകര്യങ്ങളാണ്. അവർക്ക് ഒരു നേരത്തെ കുടിവെള്ളം അല്ലെങ്കിൽ ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അവർക്ക് വലിയ മാളികകളൊന്നും പണിഞ്ഞ് AC വെച്ചിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഭഗവാന്റെ 18 പൂങ്കാവനത്തിനകത്ത് വേണോ എന്നുള്ളത് തന്നെ ഒരു ചിന്തനീയമായ വിഷയം തന്നെയാണ്. ഞാൻ നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അവിടെ നിലയ്ക്കലിലേക്ക് വസ്തു കൊടുത്ത സമയത്ത് 55 MS എന്ന് പറയുന്ന 55/2005 ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് എന്ന് പറയുന്ന ഒരു നിയമം തന്നെ 25/2025 ജിയോ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിൽ വളരെ സത്യമായ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. അവിടുത്തെ ആദിവാസി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആളുകൾക്ക് നിലയ്ക്കലുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ നൽകണം എന്ന് പ്രത്യേകമായിട്ട് ആ ജിയോയിൽ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സിമന്റ് ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്ന് ആ ജിയോയിൽ പറയുന്നുണ്ട്. അവിടെ താൽക്കാലികമായ ബിൽഡിങ്ങുകൾ മാത്രമേ കെട്ടാവൂ എന്നുള്ളത് കാര്യവും അതിൽ പറയുന്നുണ്ട്. അതിന് അതിന്റെ നിയമവശങ്ങളെ സംബന്ധിച്ച് അത് കോടതിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഏത് സർക്കാരായാലും ദേവസ്വം ബോർഡ് ആയാലും ഒരു കാര്യത്തെ സംബന്ധിച്ച് തീരുമാനം എടുക്കുമ്പോൾ അത് എന്തിനായിരിക്കണം, ഭാവിയിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിന് അതിനൊരു ക്ലിയർ വേണം, അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള അഭിപ്രായം അതിനകത്ത് വേണം. അത് പഠിച്ചാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇപ്പം തന്നെ നമുക്കറിയാം, നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് പോകുന്നതിന് വളരെ കുറച്ച് ദൂരങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും അതുപോലും വളരെ വലിയ ഒരു തുക ഈടാക്കിക്കൊണ്ടാണ് അയ്യപ്പ ഭക്തന്മാരെ ചൂഷണം ചെയ്യപ്പെടുന്നത്. അതുപോലെ അവിടുന്ന് നിലയ്ക്കൽ നിന്ന് മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അങ്ങ് സന്നിധാനത്ത് പോയി തിരിച്ച് ഒരു ഭക്തൻ വരുന്നിടം വരെ അനുഭവിക്കുന്ന യാതനകള്, വേദനകള് എത്ര വലുതാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം. രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത്രയും ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് ഒരു പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഏതാണ്ട് ഒരു 5000 ബാത്റൂമിന് താഴെ മാത്രമാണ്, അല്ലെങ്കിൽ ശൗചാലയങ്ങൾക്ക് താഴെ മാത്രം 5000 താഴെ മാത്രമാണ് ഇതുവരെ നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതില് പമ്പയിലുള്ള ശൗചാലയങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് സാധനങ്ങൾ, അല്ലെങ്കിൽ ആ ശൗചാലയത്തിന്റെ എടുക്കുന്ന വേസ്റ്റ് നമുക്കതറിയാം, അത് ഞുണങ്ങാറന്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ ചെറിയാനവട്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പ്ലാന്റിലേക്കാണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. അവിടെ അതിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പല ടാങ്കുകളിലാക്കി മെഷീൻ കൊണ്ട് അടിച്ചിട്ട് അതിലൊരു കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള വെള്ളത്തെ വീണ്ടും ഞുണങ്ങാറ്റിലേക്കാണ് തള്ളിവിടുന്നത്. ആ ഞുണങ്ങാറ്റിലേക്ക് തള്ളിവിടുന്ന വെള്ളമാണ് പമ്പാ നദിയിലേക്ക്, പവിത്രമായ പമ്പ എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. പാപനാശിനിയാണ് പമ്പ. ആ പാപനാശിനി എന്ന് അയ്യപ്പ ഭക്തൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ കോളിഫോം ബാക്ടീരിയ പോണക്കുള്ള അതിന്റെ ഈ വ്യാപ്തി നമുക്ക് ഇന്ന് വരെ അനുഭവിക്കാതെ പോയിട്ടുണ്ട് എന്നാണ് അയ്യപ്പ ഭക്തന്മാരെ വിശ്വസിക്കുന്നത്. പക്ഷേ ആദ്യമേ തന്നെ ഈ ഒരു പ്രക്രിയയിൽ അല്ലെങ്കിൽ ഇതിലെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ഏറ്റവും നന്നായിട്ട് വേണ്ടത് ഈ വരുന്ന ഇത്രയും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വരുമ്പോൾ അവരുടെ ശൗചാലയങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകളെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആസൂത്രണം ചെയ്യേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പവിത്രമായ പമ്പ അല്ലെ പാപനാശിനിയായിട്ടുള്ള പമ്പയുടെ തീരത്ത് പമ്പ മുതൽ ഏതാണ്ട് ഇടത്തുവായി വരെയുള്ള 125ഓളം കുടിവെള്ളത്തിന്റെ കിണറുകളാണ് ഇന്ന് പല ദേശങ്ങളിലായിട്ട് 2 ജില്ലകളിൽ, പത്തനംതിട്ടയും ആലപ്പുഴയും അല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെ ഭാഗവുമായിട്ട് വെള്ളമടിച്ച് ഇന്ന് ആളുകൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് വരുന്ന കോളിഫോം ബാക്ടീരിയകളുടെ കണക്കിനെ സംബന്ധിച്ച് പല സമയങ്ങളിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ അതിനെ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളാണ് അതിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യത്തിൽ പമ്പയിൽ ഏറ്റവും കൂടുതൽ നന്നായ രീതിയിലുള്ള ഒരു പ്ലാന്റ് നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിനോട് രണ്ടാമത് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. സന്നിധാനത്തു നിന്നുള്ള വേസ്റ്റുകൾ എങ്ങോട്ടായി, എന്ത് പ്രോസസ്സിംഗ് ആണ് അവിടെ നടത്തുന്നത് എന്നുള്ളത് ജനങ്ങളോട് പറയേണ്ട ഒരു ബാധ്യത ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും ഉണ്ട്. അതിനൊരു പ്ലാന്റ് നിർമ്മിക്കുക എന്നുള്ളതും അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതും അതും നമ്മുടെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അത് വരുന്ന സമയത്ത് അതും ഞുണങ്ങാറിലേക്കാണ് ഒഴുകിയെത്തി, അല്ലെങ്കിൽ അതിന്റെ 2 ഭാഗത്തുകൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ കിഴക്ക് ഭാഗത്തുകൂടിയും പടിഞ്ഞാറ് ഭാഗത്തുകൂടിയും ഒരു സൈഡ് ഞുണങ്ങാറിൽ വരുന്നുവെങ്കിൽ മറു സൈഡ് നമുക്ക് വാട്ടർ അതോറിറ്റിക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ആ നദിയുടെ ഭാഗത്തേക്ക് സന്നിധാനത്തിന്റെ കിഴക്ക് വശത്തു നിന്നുള്ള ബാത്റൂമിലെ വെള്ളവും താഴേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള വിഷയമാണ്. പഠനവുമായി ബന്ധപ്പെട്ടിട്ട് പല സമയങ്ങളിൽ നമുക്ക് അവിടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഇപ്പോൾ മൂന്നാമത്തെ ഒരു വിഷയം വരുന്നത് നിലയ്ക്കലാണ്. നിലയ്ക്കലില് ഇന്ന് ഇടത്താവളം എന്നുള്ള നിലയ്ക്ക്
അവിടെ ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറുകൾ അതെല്ലാം കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. ആ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന ആളുകള് അത് ടാങ്കറിൽ വെള്ളം ശേഖരിച്ചുകൊണ്ട് എവിടെയാണ് അത് കൊണ്ട് ഇറക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് പഠനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ആങ്ങമൂഴിയിലേക്കുള്ള കടുവാപ്പാറ വഴിയുള്ള ആ തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്ന രീതിയിലേക്ക് ആ വെള്ളം കൊണ്ടുവന്ന് അവിടെ പമ്പ് ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളോടുകൂടി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ വരുന്ന വെള്ളമാണ് ആ മൂഴിയാറ് നദിയിൽ അല്ലെങ്കിൽ മൂഴിയാറ് ഭാഗത്തു നിന്ന് പോകുന്ന അല്ലെങ്കിൽ ഇവിടെ മണിയാറിലുള്ള ഡാമിലേക്ക്. അവിടെ 2 ഡാമുകളാണ് പ്രവർത്തിക്കുന്നത്. അതിലെ മണിയാർ എന്ന് പറയുന്ന ഡാം പമ്പ ഇറിഗേഷൻ പ്രോജക്ട് PIP കനാലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പടിഞ്ഞാറ് വരെയുള്ള ആളുകൾ ആ കനാലിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതെല്ലാം വനത്തിൽ കൂടി വരുന്നത് കൊണ്ട് മാത്രമാണ് ഈ കോളിഫോം ബാക്ടീരിയയുടെ അളവ് തന്നെ വളരെ കുറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് ആയാലും ഗവൺമെന്റ് ആയാലും ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കണം. അത് ഇതിനു മുമ്പുള്ള പല കാര്യങ്ങളിൽ, പല ചർച്ചകളിൽ ഈ വിഷയം നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള സമയത്ത് ബഹുമാനായിട്ടുള്ള റാന്നിയുടെ മുൻ MLA ശ്രീ രാജീവ് എബ്രഹാം പോലും എന്നോട് നേരിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പ്രസാദെ ഇത് വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് സംസാരിക്കാതിരിക്കാനായിട്ട് അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. കാരണം ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുറെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ഒരിക്കലും ശബരിമലയെ കരുവാക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏതാണ്ട് 50 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പല ബിൽഡിങ്ങുകളും ഇന്ന് പമ്പയിലും അതുപോലെ തന്നെ സന്നിധാനത്തും കോൺക്രീറ്റിന്റെ ബിൽഡിങ്ങുകൾ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അങ്ങനെയുള്ള ബിൽഡിങ്ങുകളുടെയൊക്കെ കോൺക്രീറ്റിന്റെ കാലാവധി എത്ര വർഷമാണ് എന്ന് നമ്മുടെ വിദഗ്ധരോട് ചോദിച്ചാൽ അവർക്ക് പറയാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ ഏതെങ്കിലും രീതിയിൽ നാശം സംഭവിച്ചാൽ അത് അവിടെ നിന്ന് പൊളിച്ചു നീക്കേണ്ടി വന്നാൽ ആ പൊളിച്ചു നീക്കുന്നതിന്റെ ഒരു തരി പോലും ഫോറസ്റ്റിന്റെ ഒരു സ്ഥലത്തും ഇടാൻ അവർ അനുവദിക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് പൊളിച്ചു നീക്കിയാലും അവിടെ നിന്ന് പൊളിച്ചിറക്കി അത് നാട്ടിൽ എവിടെങ്കിലും കൊണ്ടുവന്ന് സംസ്കരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകും എന്നുള്ളതിന് സംശയം വേണ്ട. അത് പമ്പയിലായാലും സന്നിധാനത്തായാലും ഈ ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ളതിന് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ വിളക്ക് വരുന്ന സമയത്ത്, മകരവിളക്ക് സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ആ മകരവിളക്ക് ജ്യോതി കാണാൻ വേണ്ടി അയ്യപ്പ ഭക്തന്മാര് പല ബിൽഡിങ്ങുകളുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നത് നമ്മൾ കാണാറുണ്ട്. അത് പൈപ്പ് വഴി വരെ കയറി അപകടം സംഭവിച്ചിരിക്കുന്ന പല സംഭവങ്ങളും ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ബിൽഡിങ്ങുകളുടെ മുകളിലേക്ക് ആരും അറിയാതെ, എത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും ആരും അറിയാതെ അതിന്റെ മുകളിൽ കയറി എങ്ങനെയെങ്കിലും വിളക്ക് കണ്ട് തൊഴുവാൻ വേണ്ടിയുള്ള ആ ഒരു സന്ദർഭത്തിൽ ഈ പഴകിയുടെ ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിലേക്ക് വലിഞ്ഞു കയറിയാൽ അതിലുണ്ടാകാൻ പോകുന്ന അപകടം എത്രമാത്രം വലുതാണ് എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അതും ദേവസ്വം ബോർഡും സർക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് നാളുകളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് ഈ വികസനങ്ങൾ ഏത് രീതിയിലായിരിക്കും വരണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടത്. ഇതിൽ തന്നെ ഇപ്പൊ നിലയ്ക്കലുള്ള ജിയോയിൽ തന്നെ ഗവൺമെന്റിന്റെ ജിയോയിൽ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് അതിൽ സമർത്ഥിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങൾ മാത്രമാണ് അവിടെ വേണ്ടത്. അത് ഫോറസ്റ്റിന്റെ നിയമം അനുസരിച്ചും വൈൽഡ് ലൈഫ് നിയമം അനുസരിച്ചും അത് ആ രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇത് ദേവസ്വം ബോർഡ് ആയാലും ഗവൺമെന്റ് ആയാലും ജനപ്രതിനിധികളായാലും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ആഗോള അയ്യപ്പ സംഗമമായാലും മറ്റേത് സംഗമമായാലും അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് അവർക്ക് ഇതെല്ലാം അവർ വളരെ വീക്ഷണത്തോടു കൂടി നോക്കിക്കാണുന്നുണ്ട്. അതൊന്നുമല്ല അവരുടെ ആരുടെയും പ്രശ്നം. അവിടെ വരുന്ന ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. അവർ 2 രാത്രി ഉറക്കളച്ചാലും അല്ലെങ്കിൽ 2 പകൽ അവർ യാത്ര ചെയ്താലും ആ ദർശനം കിട്ടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നീലിമല എന്ന് പറയുന്ന സ്ഥലത്തു കൂടി നടന്നു പോയിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ഇന്ന് തെന്നി വീണുകൊണ്ട് മരണം സംഭവിച്ചിട്ട് പോലും അത് മറ്റു പലതിന്റെ പേരിലാക്കി മാറ്റിക്കൊണ്ട് ആ മരണം പോലും സത്യസന്ധമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുവരികയാണ്. അങ്ങനെ ഒരു ജീവനും കറണ്ടടിച്ചു പോയ സംഭവങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ജീവൻ പല രീതിയിൽ നഷ്ടപ്പെടുന്നു. ഈ പറയുന്ന ത്രിവേണി നദിയിൽ ഉണ്ടായ ചെറിയ കയൻ രൂപപ്പെട്ടിട്ട് എത്ര പേരവിടെ മരിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം. അങ്ങനെ വരുന്ന ഒരു അയ്യപ്പ ഭക്തനും ഒരു ജീവഹാനിയും സംഭവിക്കാതെ അതൊരു ഐശ്വര്യത്തിന്റെ പേരിൽ അവര് ഭഗവാനെ കാണാൻ വരുമ്പോൾ ആ ഒരു കുടുംബത്തിന് ഒരിക്കലും ഒരാൾ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങളും പോകാതെ അവർക്ക് വേണ്ട
പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡും സർക്കാരും ചിന്തിക്കുകയാണ് വേണ്ടത്. കൂടുതൽ വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതലായ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ രീതിയിൽ കാഴ്ചപ്പാടോടുകൂടി കണ്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് സത്യസന്ധമായ രീതിയിൽ വീണ്ടും ഞാൻ അത് അവതരിപ്പിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ഈ കാര്യത്തില് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ അത്ര കൃത്യമായിട്ട് വർഷങ്ങൾ കൊണ്ടുള്ള ആ ശബരിമലയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കാണും. ദേവസ്വം ബോർഡ് ഇത് ചർച്ച ചെയ്യും, അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ചെയ്യും. ഭക്തജനങ്ങള് ഇത് മനസ്സിലാക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.